everyone, welcome or welcome back to my channel. My name is Ashmita and I hope you all are doing well. And yes, Karikka Kalakachi final part reaction is here, and this is like one nice short film, 45 minutes video. So a lot of things are probably going on, and because of course there are, like I said in the first part reaction, like we sort of have 3 or 4 subplots parallelly running. So all of this is going to culminate together in the final part. So let's see what happens. Let's not delay this any further. Let's watch Kalakachi final part by Karikka. So a lot of you have been torn in the first part. Like many people liked it, many people did not like it because it was not as comical as one would have expected it to be from the OG Karikka team. But it's okay, I guess. It's about storytelling and narration. Not everything has to be pure comedy. I mean, subtle comedy is also nice sometimes. So let's see how this part is. All right. എന്നെ കാണിക്കണം. ഇതുകൊണ്ടോ തമ്പാനോട് തന്നെ എൻ്റെ വണ്ടിങ് എടുത്തുണ്ടോ? ആ പിന്നെ വരുന്ന വഴിക്ക് അവന്മാരുടെ കടയിലൊന്ന് ഉച്ചയായി. കലക്കാച്ചി കുറെ എണ്ണം അടിച്ച് കയറ്റി കാണും. അവിടെ എന്തെങ്കിലും വേളം നടക്കുവാണ്. നീ ഇടപെട്ട ഒന്ന് ഒന്നുന്നുള്ളൂ, ഒന്ന് കൊഴുക്കട്ടെ. സാറേ ഈ സാധനം ട്രൈ ചെയ്തൊക്കെ. ഇതെന്തുവാണ്? ശമ്പാരം. ഒരു നാടൻ ഐറ്റം ഉണ്ടാക്കിയിരുന്നു. സംഭാരമല്ല, ശമ്പാരം. ശമ്പാരോ? ആ, ഈ അറേബ്യൻ ഫ്രൂട്ടായ ഷമാമും നമ്മുടെ നാടൻ സംഭാരവും കൂടി കൂട്ടിയിണക്കി ഉണ്ടാക്കിയ എൻ്റെ പുതിയ ഫ്യൂഷൻ ഡ്രിങ്ക് ശമ്പാരം. He loves fusion. He's not going to try it. സാർ ഇത് കുറെ കാശുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷവായി പെട്ടി മേടിച്ചു തരാൻ പറഞ്ഞപ്പോ 5 പൈസ ഇല്ലെന്നല്ലേ സാർ പറഞ്ഞേ? ഞാൻ ഇത്രയൊക്കെ വാങ്ങിച്ചു തന്നാ പോലെ. ഇനി ഞാൻ ഷവായി പെട്ടി കയറി പോന്ന എനിക്ക് കാണണോ? ഇത് ഞാൻ ഇവിടെ അട്ടിയടിക്ക് വെച്ചേക്കുന്ന കാശൊന്നുമല്ല. വല്ലവന്റെ കൈയും കാലും പിടിച്ചുണ്ടാക്കിയത്. ആദ്യം എന്റെ കടം വീട്ടട്ടെ. എന്തിനാ സാറേ വല്ലവന്റെ കൈയും കാലൊക്കെ പിടിക്കാൻ പോണത്? കയ്യിൽ കാശ് ചിലപ്പോ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചു വെച്ചാൽ പോരായിരുന്നാ? എന്റെ കയ്യിൽ കൊട്ടക്കണക്കിന് കാശിരിക്കുമല്ലോ ഗോൾഡ് വാങ്ങിച്ചു കൂട്ടാൻ. അതിന് കൊട്ടക്കണക്കിന് കാശൊന്നും വേണ്ട സാറേ. 1 രൂപയ്ക്ക് വരെ ഇപ്പൊ സ്വർണ്ണം വാങ്ങിക്കാം. കിട്ടും 1 രൂപയ്ക്ക്. സ്വർണ്ണക്കടലാസിൽ പോയി മുട്ടായി. 1 രൂപയ്ക്ക് എവിടെ നിന്ന്? ആ സാറേ, ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഇത് 1 രൂപ തൊട്ട് മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ സാറിന് ആവശ്യമുള്ളപ്പോൾ ഗോൾഡ് കോയിനായിട്ടോ ക്യാഷ് ആയിട്ടോ ജ്വല്ലറി ആയിട്ടോ തിരിച്ചെടുക്കാൻ പറ്റും. ഇതെവിടെ കിട്ടും? ഈ സ്വർണ്ണ എന്ന് പറഞ്ഞ ഗോൾഡ് സേവിങ് സ്കീം ഉണ്ട്. ഇവരുടെ ആപ്പിലോ സൈറ്റിലോ കയറി കഴിഞ്ഞാൽ സകല ഡീറ്റെയിൽസും കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാലും മതി. അങ്ങനെ വല്ലതും തുടങ്ങണം. അല്ലാതെ തന്നെ വെച്ചോണ്ടി കട എടുത്ത് രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. സാർ അത് ഈ പിശാചിനോട് അടിച്ച് പുറത്ത് വേണം, എന്നാലേ സാറ് രക്ഷപ്പെടുള്ളൂ. He does though look like a little bit like a demon, right? I don't know why Krishna Chandran's look has been given him. He looks devilish. He does look devilish. എന്നാലേ സാറ് രക്ഷപ്പെടുള്ളൂ. പോയി വണ്ടി എടുത്തുണ്ട്. പെന്നിച്ചം പറഞ്ഞുകൊണ്ട് മാത്രം കൊലപാതകം നടന്നേ. ഞാൻ ജയിലിൽ പോയാ ഓടിച്ചടാ വേണ്ടി ലാക്ക് ബെനാച്ച്. ഏതവനായത് മാള്? ഹലോ, ആരാ? എടോ കള്ള മുട്ടയെ ഞാനാടോ. നീയായിരുന്നോ? ഇന്നലെ രാത്രി നീ എവിടെടാ മുങ്ങിയത്? എടോ ഞാൻ മുങ്ങിയതല്ല, എന്നെ പൊക്കിയതാ. പൊക്കിയോ? എടോ എന്നെ പോലീസ് പിടിച്ചോളൂ. പോലീസ് പിടിച്ചെന്നോ?
തനിക്കൊന്നും അറിയില്ലല്ലേ? എടോ ഇങ്ങനത്തെ ഒരു റോബറി ഓപ്പറേറ്റ് ചെയ്യാൻ വരുമ്പോ കട്ട വണ്ടിയായിട്ടാണോ പറഞ്ഞേ? തന്നോട് ഒരു വണ്ടി അറേഞ്ച് ചെയ്യാനല്ല ഞാൻ പറഞ്ഞേ, ഓടിച്ചോണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞ. Where is the partner? കിടക്കുന്നു. എടാ ഒരു വണ്ടി അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാ എടാ ഒരു കള്ളനായി ഞാൻ ഷോറൂമിൽ ചെന്ന് ഒരു പുതിയ വണ്ടി വാങ്ങി നാരക വെച്ച് ഉരുട്ടി ഇറക്കി കൊണ്ടുവരുമെന്നാണോ നീ വിചാരിച്ചത്? എടോ എന്നാ പിന്നെ ഇത് മോട്ടിച്ച വണ്ടിയാന്ന് എന്നോട് തൊലിക്കാൻ പാടില്ലായിരുന്ന? ഇതെല്ലാം പോരാണ്ട് തനിക്ക് കക്കാൻ പോണേന്റെ തന്നെ ഒടുക്കത്തെ ഭക്തി. എടാ അത് പിന്നെ നിനക്കറിയാമല്ലോ, ഞാൻ ഏതൊരു വർക്കിന് പോകുമ്പോഴും പള്ളിയിൽ ചെന്നൊരു മെഴുതിരി കത്തിച്ചിട്ടേ പോകും. അതൊരു പ്രത്യേക ധൈര്യമാണ്. എടോ താൻ എന്നെ അവിടെ എടുത്തിട്ട് മെഴുതിരി ഉണ്ടാക്കാൻ പോയില്ലേ? ആ സമയത്ത് പോലീസിൽ പടം ചവിട്ടി മോഷ്ടിച്ച വണ്ടിയായിട്ട് നിന്ന് എന്നെ അവർ തൂക്കി. അയ്യോ കർത്താവേ. എടോ 5 മിനിറ്റ് വരാന്ന് പറഞ്ഞു പോയാൽ താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ഇന്നലെ പള്ളിയിൽ ചെന്ന് മെഴുതിരി കത്തിച്ച് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കായിരുന്നു. സൂക്ഷിച്ചു നോക്കിയ ഒരു പണ്ടാരപ്പെട്ടി, അത് കണ്ടപ്പോ എന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം. ദൈവത്തിന്റെ കാശല്ലേ, സത്യമുള്ള കാശല്ലേ, അത് ഇട്ടച്ച് പോരാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എടുത്തോണ്ടേക്ക് പോകും. അതുകൊണ്ട് തോന്നുമ്പോ നിന്നെ കണ്ടില്ല. എടോ തനിക്കെന്നാ പിന്നെ ഈ ഭണ്ഡാരവും കുത്തി തുറന്ന് ഇവിടെ എങ്ങനെ ജീവിച്ചാ പോരായിരുന്നു? തന്റെ നാട്ടില് തമ്പാം ഫിനാൻസ് ഉണ്ട്, അത് കൊള്ളയടിക്കണമെന്ന് പറഞ്ഞ് എന്നെയും കൂടി കെട്ടിയെടുത്തെന്തിനാ? എടാ ഒരു സ്ലൈഡ് കൊണ്ട് ഏത് പൂട്ടും തുറക്കാനുള്ള വിദ്യ നിനക്കല്ലേ അറിയത്തുള്ളൂ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വർക്കിന് ഇറങ്ങുന്നത്. പിന്നെ നിന്റെ ബ്രെയിൻ കൂടാകുമ്പം ഞാൻ വേറെ അബദ്ധത്തിനും എടുത്തി ആടത്തുമില്ല. തന്നെ പരിചയപ്പെട്ടാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. എന്നിട്ട് ഇപ്പൊ എന്തായി? എടോ ഇന്നേ വരെ ഒരു കേസിന് പോലും പിടിക്കപ്പെടാത്ത ഞാൻ ഇപ്പൊ ചീള് വണ്ടി മോഷണ കേസിന് ജയിലിൽ പോയനെ. അതുകൊണ്ട് ഞാൻ ചാടി. ചാടിയോ? മിടുക്കൻ. ഇനി എന്നെ പൊക്കിയാൽ ഞാൻ എന്തായാലും തന്നെ ഇട്ട് കൊടുക്കും, ഉറപ്പാണ്. എടാ ചെയ്യല്ലടാ. എടാ ഇപ്പൊ പൊക്കിയാലേ അതാണ്ട് ഈ നേർച്ചപ്പെട്ടുകൂടെ അവർ എന്റെ തലയിലാക്കും. അങ്ങനെ ചെയ്യണ്ടെങ്കിൽ താൻ എന്നെ ഇതിൽ നിന്നൊന്ന് ഊരിത്തരണം. താൻ എവിടെയാണ്? ഞാൻ നാട്ടിലില്ലല്ലോടാ മോനെ. ആ ഭണ്ഡാരത്തിൽ നിന്ന് കിട്ടിയ കാശായിട്ട് ഞാൻ സൂഹിക്കുകയാണല്ലേ? അയ്യോ അങ്ങനൊന്നുമില്ല, അതിനെ മാത്രമൊന്നും കിട്ടിയില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. താൻ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരണം. എനിക്ക് ഇവിടെ നിന്ന് മാറിയേ പറ്റൂ. മാറിയില്ലല്ലോ എങ്ങനെ? എടാ നമ്മുടെ പ്ലാൻ തമ്പാൻ ഫിനാൻസ് അടിക്കണ്ടേ? അത് ഞാൻ എന്തായാലും അടിക്കും. ഇനിയിപ്പോ താൻ ഇല്ലേലും ഞാൻ അടിച്ചിരിക്കും. ഇന്നേ വരെ ഞാൻ പ്ലാൻ ചെയ്ത ഒന്നും പാളിയിട്ടില്ല. അത് പിന്നെ എനിക്കറിയാം. Okay. So Arjun's character, like Arjun is a seasoned thief, huh? നിന്റെ കൂടെ എന്താ വേണമെന്ന് വെച്ചാ പറ. എടോ എനിക്കിപ്പോ തൽക്കാലം ഇവിടെ നിന്ന് ചൂടാറിനവരെ മാറിയിക്കണം. കുറച്ച് പൈസ വേണം. താൻ ആരോടെങ്കിലും ചോദിച്ചാൽ അറേഞ്ച് ചെയ്താ. അല്ല നിന്റെ ഈ വിൽക്കാനോ പണയം വെക്കാനോ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? എടോ എന്റെ ഒരു കാറുണ്ട്, അത് അടിച്ചോണ്ടേ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ചീള് വണ്ടി മോഷണ കേസൊക്കെ അറ്റൻഡ് ചെയ്യുമല്ലേ? എടോ താൻ കൊണക്കാണ്ട് കാര്യം പറ, എന്താ ചെയ്യാൻ പറ്റണം? വണ്ടി ഏതാ? എടോ ഒരു കോണ്ടസയാണ്, പക്ഷെ അതുമായിട്ട് കറങ്ങി നടക്കാൻ പറ്റില്ല. സ്കെച്ച് കിട്ടും. വണ്ടി കോണ്ടസല്ലേ? അതേടോ വില്ലേജ് കാറാ. പാർട്സിനൊക്കെ നല്ല വില കിട്ടും. നീ ഒരു അല്പസമയം ഇരിക്കുന്നതാ. മോട്ടിച്ചോണ്ട് വരുന്ന വണ്ടി പൊളിച്ചു വെക്കുന്ന ഒരുത്ത നാട്ടിലുണ്ട്. അവനെ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. എന്നാ താ ഒരു കാര്യം ചെയ്യും, അവനെ കറക്റ്റ് ചെയ്ത് തന്നെ വിളിക്കും. തൽക്കാലം ആരുടെയും കണ്ണിപ്പെടാണ്ട് ഈ വണ്ടി ഞാൻ എങ്ങോട്ടേലും മാറ്റിയിടാം. ഓക്കെ ശരി, വിളിക്ക്. ബേബിയേ, വയറിളക്കത്തിന് എന്നായാലും ഒരു മരുന്ന് കാടാ. എന്നാ പറ്റടാ? വണ്ടി എടുത്തില്ലേ ഒന്ന്? അതൊക്കെ പറയാം, നീ പെട്ടെന്ന് നിൽക്കിയ ഒരു മരുന്നാ. കുറച്ച് വെള്ളം എടുത്തോ. ചേട്ടാ വയറുവേനക്ക് എന്തൊട്ടെങ്കിലും കുളിക്കണേ തരുമോ? തരാം. അനിയൻ രാവിലെ ഹോട്ടലില്. ചേട്ടനവിടെ എന്തുവാ കഴിച്ചേ? കലക്കാച്ചി. കഴിച്ചു തുടങ്ങിയപ്പോ എനിക്കും തോന്നിയത് അതിനേതാണ്ട് പ്രശ്നമുണ്ടെന്ന്. വിശപ്പ് കാരണം ഒന്ന് അടിച്ച് കയറ്റുകയും ചെയ്തു. ചേട്ടൻ പണി കിട്ടിയോ? വിജയൻ സാറേ. മനോജ ടെൻഷൻ അടിക്കരുത്, ഒരു പ്രശ്നമുണ്ട്. അവൻ ചാടിപ്പോയി. എന്ത്? എടോ ആ പ്രതി ചാടിപ്പോയെന്ന്. ചാടിപ്പോവേ? അയ്യോ സാറേ, എങ്ങനെ? എന്താണ്ടായേ? എന്താ എങ്ങനെയാന്ന് പറയാനുള്ളൊരു അവസ്ഥയിലല്ല ഞാനിപ്പോ. താനാദ്യം പറയുന്ന ഒന്ന് കേക്ക്. സാറേ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക സാറേ? സാറേ ഞാനാണെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലോ സാറേ ഡ്യൂട്ടി അടക്കൊണ്ട് പോകുന്നത്. സാറേ പണി കിട്ടുമോ സാറേ? പണി കിട്ടുമെന്നോ? എടോ ഒരു പ്രതിയെ 2 പേര് കൊണ്ടുകൊണ്ടെടുത്ത് ഇപ്പൊ ഒരാളല്ലേ വന്നേക്കുന്നത്. ഡ്യൂട്ടിക്കിടെ പറയാണ്ട് പോയിന് തനിക്കും അത് അറിയിക്കാതെ എനിക്കും നല്ല പണി കിട്ടും. അതിന്റെ ഇടയ്ക്ക് പ്രതിയും കൂടെ ചാടിപ്പോയെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനാണെങ്കിൽ സർവീസ് കയറി കുറച്ച് കാലമായിട്ടുള്ളൂ സാറേ. അതിനിടയ്ക്ക് ഇങ്ങനൊരു പണി കൂടി കിട്ടി എന്റെ ജോലി എനിക്ക്. താൻ പുതിയ ആളാണ്, പരിചയക്കുറവ് പുറത്താണെന്നൊക്കെ പറയാം, പക്ഷെ എന്റെ കാര്യം അതാണോ? ഞാൻ സർവീസിൽ കയറിയിട്ട് 10-15 കൊല്ലമായി. എന്റെ ഇടയ്ക്കാണ് ഈ ഏടാകൂടം. അതുകൊണ്ട് ഞാൻ അവനെ എങ്ങനെയെങ്കിലും പിടിക്കും. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. സാറേ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രശ്നമാവല്ലേ ചെയ്യാ? എടോ റിപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തനിക്ക് അറിയാലോ, ആ SIക്ക് ഒന്നാമത് എന്നോട് ചൊറിയാണ്. ആ ചൊറിയുടെ പുറത്ത് അയാൾ എന്റെ പ്രൊമോഷൻ എന്തായാലും കുളവാക്കും. എനിക്ക് സസ്പെൻഷനും കിട്ടും. ചൊറിയുടെ പുറത്ത് തനിക്കും പണി കിട്ടും. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്താൽ ശരിയാവത്തില്ല. അയ്യോ സാറേ, എന്നാ സാറേ ഞാൻ അമ്മ ഇവിടെ ആരുടെ കാക്കി ഞാൻ അങ്ങോട്ട് വരട്ടെ സാറേ? താൻ അവിടെ നോടി ഇങ്ങോട്ടിനി എപ്പോ എത്താനാണ്?
താൻ ഈ ടെൻഷൻ അടിക്കുന്നു നിർത്ത്. ഈ ടെൻഷൻ അടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും താൻ തലയിൽ ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യം മാത്രം ഇപ്പൊ ചെയ്താൽ മതി. ശരി സാറേ. ആ ഇങ്ങോട്ടൊന്നും പറയണ്ട, ശ്രദ്ധിച്ച് കേക്ക്. ഒരു ചുവന്ന കോണ്ടസാ, KL7 AD 8057. ഈ കാർ മോഷ്ടിച്ചുകൊണ്ടാണ് അവൻ ഇവിടുത്തെ കടന്നു കളഞ്ഞേക്കുന്നത്. ഈ കാർ മോഷണ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് പണിയാ. അതുകൊണ്ട് സ്റ്റേഷനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാർ മോഷണ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് അന്വേഷിക്കണം. തഞ്ചത്തിൽ വിളിച്ച് അന്വേഷിക്കണം. ഒരു കാരണവശാലും ഞാൻ അന്വേഷിക്കാം സാറേ. അങ്ങനെ എന്തെങ്കിലും എന്നെ അറിയിക്കണം വിളിച്ച്. അയ്യോ സാറേ, സാർ ഇപ്പൊ എവിടെയാ? പൊക്കോണ്ടിരിക്കാം, വിളിക്കാം. സോറി സാറേ, മുട്ടിയിട്ടാ സാറേ, കൊട്ടിയിട്ട് പട്ടിപ്പോയി അറിയാതെ. കഷ്ടകാലം അല്ലാതെ എന്തോ പറയാനാ. ഞാൻ എന്നാണേലും പോലീസ് സ്റ്റേഷൻ വരെ പോകാൻ നിൽക്കുക. നീയും എൻ്റെ കൂടെ വാ. നിന്റെ വണ്ടിയുടെ കാര്യം തിരക്കാം. സ്റ്റേഷനിൽ പോയാ അത് വേണ്ടട്ടാ. സ്റ്റേഷനിൽ പോയാൽ തമ്പാച്ചറിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് പ്രശ്നമാവും. എടാ സ്റ്റേഷനിൽ പോയി തിരക്കാണ്ട് എങ്ങനെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയുന്നേ? എനിക്കറിഞ്ഞൂടാ. എന്തുവാ നിന്റെ ഫോണുണ്ടോ? ഇങ്ങടുത്ത്. എന്റെ ഫോണേ ഫോട്ടോക്കകത്തിരിക്കും, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഈ ഫോണിന്റെ ഉടമസ്ഥനെ പരിചയം ഉണ്ടെങ്കിൽ പറയണം. സാറേ അത് ഞാൻ തന്നെ, ആ ഓട്ടോക്കാരൻ. എടോ തന്റെ ഓട്ടോ എന്റെ കയ്യിലുണ്ട്. ഞാൻ ആ കള്ളനെ പിടിക്കാൻ പൊക്കോണ്ടിരിക്കോ. ഉടൻ തന്നെ തരാം കേട്ടോ. ആ കള്ളം കൊണ്ടുപോയ വണ്ടിയുടെ ആളും എൻ്റെ കൂടെ ഉണ്ട്. ആണോ? നിങ്ങൾ സ്റ്റേഷൻ വല്ലതും പോയിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ? ഇല്ല. പോണോ? വേണ്ട, സ്റ്റേഷനിലൊന്നും പോണ്ട. എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. ഞാൻ ആ കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ തന്റെ ഓട്ടോയും അയാളുടെ കാറും തിരിച്ചു കൊടുത്തേക്കാം. സ്പോട്ടിൽ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. സ്റ്റേഷനിലൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അയ്യോ സാറേ, അത് എന്നാന്ന് വെച്ചാലേ ഞാനൊരു വഴിക്ക് പോകാൻ നിൽക്കുമായിരുന്നു. വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ടേ. പോരാത്തിന് ഒരാൾക്ക് കൊടുക്കാനുള്ള പാഴ്സലോ വണ്ടിക്കകത്തിരിക്കോ. അതെങ്ങാണം പോയാല്. എടോ തന്റെ പാഴ്സൽ സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അതൊന്നും പേടിക്കണം, അതൊന്നും എവിടെയും പോയില്ല. എനിക്ക് കുറച്ച് സമയം കൂടെ താ. കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ തന്റെ വണ്ടിയും സാധനങ്ങളും അയാളുടെ കാറും അപ്പൊ തന്നെ തിരിച്ചു തരാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളോട് ഒരു കാര്യം ചെയ്യും. My God, he's so desperate. He's like sounding so desperate that please don't go to the police station. Like I love like the way he's acting in terms of saying, you know, showing that please, he's trying to be normal because of course he's the police officer. So but he is also scared. So that combination that he's showing is really amazing. Anu is a great actor. Really. അങ്ങനെ എന്തെങ്കിലും കാർ വല്ലതും കാണുവാണെങ്കിൽ എന്നെ വിളിച്ച് പറയണം കേട്ടോ. നിങ്ങളോടൊന്നും സഹകരിക്കേ പ്ലീസ്. പിന്നെ സാറേ, ഹലോ. കട്ടാക്കി. എന്താ ഏട്ടാ? എടാ അങ്ങേരെ അന്വേഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും കള്ളനെ പിടിച്ചാൽ നമ്മുടെ വണ്ടി തരാന്നാ പറയുന്നു. അയാൾ അന്വേഷിച്ചോട്ടെ, നമുക്കൂടെ പോയി അന്വേഷിക്കാം. എടാ നമ്മളൂടെ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ, എടാ എനിക്ക് വീട്ടിലൊരു അത്യാവശ്യമുണ്ട്, ഞാൻ ചെന്നില്ല ശരിയാവത്തില്ല. അതാ ഒന്ന് സഹായിക്കേട്ടാ. എനിക്കിത് ഈ നാട്ടിൽ വേറോടും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല എനിക്ക് ഇവിടുത്തെ ആരും അറിയാനും പാടില്ല. ഞാൻ പോയി അന്വേഷിക്കുക വെച്ചാൽ എനിക്കിവിടുത്തെ വഴി അറിയില്ല. പിന്നെ തമ്പാച്ച അറിഞ്ഞറിയാലോ എന്നെ കൊല്ലും. ഒന്ന് സഹായിക്കേട്ടാ പ്ലീസ്. നീ വിഷമിക്കാതെ, ഞാൻ എൻ്റെ കാര്യം ഒന്ന് ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഒന്ന് വിളിച്ചു. ജോസിയുടെ നമ്പർ ബേബിയുടെ കാണും. എടാ ബേബി, നമ്മുടെ ചീരക്കുന്നല്ലേ ജോസിയുടെ നമ്പർ തന്നെടാ. രണ്ടാമത്തെ നമ്പർ. ചേട്ടാ ഒന്ന് പെട്ടെന്ന് ആക്കണേ. ഞാൻ നോക്കട്ടെ. അതെ, എന്താ പ്രശ്നം? എന്റെ പൊന്നേട്ടോ ഒന്നും പറയണ്ട. ഞാൻ ചേട്ടന് തമ്പാനറിയോ? നമ്മുടെ തമ്പാച്ചൻ. എന്നാ പറ്റിയേ? ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. പറഞ്ഞോ, ഞാനോട് പറയത്തില്ല. ഹലോ. എടാ ജോസി, ഇത് ഞാനാടാ, സിബിയ. എടാ ഏതാ നമ്പർ? അതൊക്കെ പറയാനാന്ന് ഒരുപാടുണ്ടടാ. എടാ എനിക്കേ മൊട്ടയ്ക്കാൻ വരെ പോകാൻ പറ്റിയിട്ടില്ല. നീ ഒരു സഹായം ചെയ്യാവോ? നീ ആരെങ്കിലും വിട്ടാ കാശൊന്നും മേടിച്ച് മിനിയെ ഏൽപ്പിക്കാവോ? അല്ലാതെ അങ്ങനെ ആരെങ്കിലും വിട്ട കാശ് കിട്ടുമൊന്നുമില്ല. നിന്റെ കയ്യിലൊരു പാക്കറ്റ് ഇല്ലേ, അതുകൊണ്ട് കൊടുത്താലാണ് നമുക്ക് കാശ് കിട്ടുള്ളൂ. There's something very suspicious in the packet also. Okay, this is getting interesting. അല്ല അങ്ങനൊന്നും അല്ല. നീ എടാ പാക്കറ്റ് എൻ്റെ ഇല്ല. ആ പാക്കറ്റ് എവിടെ പോയി? എടാ അതാ പറയാൻ വന്നേ. ആ പാക്കറ്റും എൻ്റെ ഫോണും എല്ലാം എൻ്റെ ഓട്ടോയ്ക്കകത്താ. ഓട്ടോയാണ് ഒരു പോലീസുകാരൻ എടുത്തോണ്ട് പോയി. അയ്യോ, ആ പാക്കറ്റ് പോലീസ് പിടിച്ചാ? പോലീസ് പിടിക്കാൻ എന്നാത്തിന്? എടാ സിബി, ഇത് കളിക്കണ കാര്യമല്ല. ആ പാക്കറ്റ് എങ്ങാനും പോലീസ് പിടിച്ചാ നീ അകത്താവും.
Ooh, the background score. That's nice. അകത്ത് പോവാനോ? നീ എന്നാ ഒക്കെ Drugs? പാക്കറ്റിനകത്ത്? ആ പാക്കറ്റിനകത്ത് എന്താന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ഇവനെ വെച്ച് സേഫ് ആയിട്ട് കടത്താന്ന് ചോദിച്ചപ്പോ അത് വലിയ കഷ്ടമായല്ലോ. കടത്തോ? എടാ അത് പിന്നെ പെട്ടെന്ന് കാശ് കൊടുക്കാൻ വേറെ വഴി വേണ്ടേ? എടോ, കാശിനൊരു വഴിയൊക്കെ പെരുവഴിയാന്നോടാ കാണിച്ചിരുന്നത്. സിബി അതൊന്നും പറഞ്ഞിട്ട് ഇനി യാതൊരു കാര്യമില്ല. ആ പാക്കറ്റ് എങ്ങാനും പോലീസിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നീ അകത്ത് പോകും. പിന്നെ ഒരു കാലത്ത് പുറം ലോകം കാണുന്നുണ്ടാവില്ല. എനിക്ക് കുറച്ച് നഷ്ടം വരുമായിരിക്കും. എന്നാലും ഞാൻ ഊരും പറഞ്ഞേക്കാം. ഊരും നീ പറയണ്ട, ഞാൻ ആ സാധനം കൊണ്ട് മുട്ടയ്ക്കാതെ കൊടുക്കാന്ന് പറഞ്ഞു. ഏത് സാധനം എവിടെ കൊണ്ടേ കൊടുക്കാൻ? എടാ ജോസി, What a sly. ഓട്ടോയ്ക്കകത്തുള്ള ഒരു പോലീസുകാരൻ അറിയാടാ. താനാരാ? എടാ നിന്നെ എന്റെ കിട്ടിയുണ്ടല്ലോ, സത്യമായിട്ട് നിന്നെ ഞാൻ റോങ് നമ്പർ. ഹലോ, നമ്പറൊക്കെ ഡയൽ ചെയ്തോ. ഹലോ. This is what happens. This is exactly this is the reality that has been shown. Oh, feel so bad for Jeevan. Oh no. Oh no. So you see that everybody is trying to get out of. Oh, that's nice. So you see everybody's point of view. Every character is in trouble now, basically. So I was wondering, because only Jeevan's character was like, okay, helping the other person out, but then I remembered, okay, the packet is there. So Arjun is trying to hide. He wants, of course, he doesn't want now the police to discover that there is something fishy in that packet. I'm guessing some drugs. Of course, Kiran does not want Tambachan to find out that the car is stolen. Arjun doesn't want to get find out, like, and then Anu's character, he doesn't want, he'll probably get suspended or something like that. So everybody's in trouble. Oh, this is nice. This is nice. എന്താ സിബി ചേട്ടാ? ഒന്നുമില്ല, ഒരു മിനിറ്റ്. എടോ കണ്ടോ, കാറ് കണ്ടോ? കാറ് കണ്ടില്ല സാർ. അതെന്നാന്ന് വെച്ചാലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നം, അതിനെക്കാട്ടി വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനൊന്ന് വന്ന് എൻ്റെ വണ്ടി എടുത്തോട്ടെ സാർ. ഞാൻ വേറെ വണ്ടി വേണേ അറേഞ്ച് ചെയ്ത് തരാം. എടോ, തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? തന്റെ വണ്ടി എനിക്ക് ഇപ്പൊ തരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ കള്ളനെ പിടിച്ച തന്റെ വണ്ടി ഞാനങ്ങ് തിരിച്ചു തരും. എനിക്ക് അനാവശ്യമായിട്ട് കളയാൻ ഒട്ടും നേരമില്ല. താൻ ആ കാറ് കാണുവാണെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിബി ചേട്ടാ? എല്ലാം പ്രശ്നമല്ലയോ, നിനക്ക് നിന്റെ വണ്ടി വേണ്ട. എന്നാ വാ. എടാ ഉവ്വേ, ഒരു അത്യാവശ്യത്തിന് നിന്റെ സ്കൂളിന് താക്കോൽ ഇങ്ങോട്ട് വന്നേ. സിബി ഒരുപാട് സ്പീഡൊന്നും പോലടാ. ഓ ഇല്ലടാ. So completely looks like a movie. Really good production. Though I'm wondering with the storyline how the ending is going to get connected between the two restaurants. That I'm interested to see how that ends, like how all of it comes together, because Thamban is the center of all of it, I feel now. Oh no! Anu also should have taken the medicine for loose motions, like these two did. Oh! എടോ പറ, എന്തായി? ഞാൻ കാര്യങ്ങളൊക്കെ അവനോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, കാറെടുത്ത് നീ കരോട്ട് മുക്കിലേക്കല്ലേ, അവനവിടെ കാണും. അവിടെ ആകുമ്പോ സേഫാ, അവിടെ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. എടോ ഏത് കരോട്ടി മുക്ക്? എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല, തനിക്ക് അറിഞ്ഞൂടെ? അല്ല നീ ഇപ്പൊ ഇവിടെ നിൽക്കുക? എടോ ഞാനൊരു പാലത്തിന്റെ അടിയിൽ ഒരു കാട്ടിലാ കയറി നിൽക്കുന്നത്. അതിന്റെ തൂണില് പുളിയന്നൂര് എഴുതിയിട്ടുണ്ട്. അയ്യോ, പുളിയന്നൂർ പാലത്തിന്റെ കീഴിലാണോ? ആ അപ്പൊ അവിടെ അടുത്താ. നീ അവിടുന്ന് നേരെ വടക്കോട്ട് വിട്ടു പോവുക. ആ പോകുന്ന വഴിക്ക് ഒരു സിമിത്തേരി കാണും. അതിനോട് ചേർന്നൊരു വഴിയുണ്ട്. ആ വഴിയിലോട്ട് കയറി നേരെ അങ്ങ് അറ്റം ചെല്ലുക.
അവിടുന്ന് ലെഫ്റ്റ് തിരിയാ. അവിടുന്ന് നേരെ അങ്ങ് ചെല്ലുമ്പം അവിടെ ഒരു കുരിശടി കാണും. അതാണ് കരോട്ടുമുക്ക്. അപ്പൊ ഈ കരോട്ടിമുക്ക് ചെന്നിട്ട് ഞാൻ ആരെ കാണണം? നീ ആരെയും കാണാനും സംസാരിക്കാനും നിൽക്കണ്ട. ആട്ടെ, നിന്റെ കാറിന്റെ നിറവേതാ? ചോപ്പ്. അത് ഞാൻ അവനെ വിളിച്ചു സംസാരിച്ചോളാം. അവൻ നിന്റെ കാർ കണ്ടിട്ട് വന്ന് സംസാരിച്ചോളും. മാന്യമായ ഒരു എമൗണ്ട് നിനക്ക് തരും. അത് മേടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാട്ടാ. ശരി, ഓക്കെ. ശരി. Oh no. ഹലോ സിബിച്ചന് ഇത് എവിടാ? തമ്പാന്റെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയിരിക്കുവോ? അവര് പൈസ കിട്ടാതെ പോകത്തില്ല എന്നാ പറയുന്നത്. സിബിച്ചനൊന്ന് പെട്ടെന്ന് വാ. മോളെ, ഞാൻ സിബിച്ചനല്ല, സിബിച്ചന്റെ സുഹൃത്ത് ഒരു പോലീസുകാരനാണ്. അയ്യപ്പ സിബിച്ചൻ എന്തേ? സിബിച്ചൻ ഇവിടെ ഇല്ല, അവനൊരു സ്ഥലം വരെ പോയേക്കോ. അവന്റെ ഫോൺ എൻ്റെ കയ്യിലായി പോയി. പേടിക്കാനൊന്നുമില്ല. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അയൽപക്കത്തെ വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിൽ എവിടെയെങ്കിലും പോയിരിക്കുക. സിബിച്ചൻ ഇപ്പൊ വരും കേട്ടോ. അതിന് ഇവരെന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. സിബിച്ചനെ കണ്ടിട്ട് പോകത്തുള്ളൂ എന്നാ പറയുന്നത്. പേടിയാവും സാറേ. മോളെ, നീ പേടിക്കൊന്നും വേണ്ട. Oh no. നിനക്ക് ഈ ഫോണിനകത്തോട്ടൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? മോളെ, നിനക്ക് ഈ ഫോണിലോട്ടൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോന്ന് ഇതില്? പെട്ടെന്നേ. Oh man. കാണാവോ? ഇനി അവന്മാരെ എന്നെ ഒന്ന് കാണിച്ചേ. ഷിൻഡോ, നീയായിരുന്നോടാ? നീ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയല്ലേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ കയറുന്നത് കൊണ്ടായിസോ? എന്താടാ വിജയൻ സാർ, ഇവിടുത്തെ സിബി കുറച്ച് പൈസ തരാനുണ്ട്, അത് മേടിക്കാൻ മതി സാറേ. സിബി കാശാനോടല്ലേ അവന്റെ മേടിക്കണം, അല്ല വീട്ടിൽ കയറുന്നത് തോന്നിയ ദിവസം കാണിക്കല്ലേ വേണ്ടത്. മേടിക്കടാ. ആണടാ കൂടെ? ഇവനാ സാറേ, ഇവനെന്നെ തുറച്ചു വെക്കുന്നു. എന്താടാ മര്യാദക്ക് രണ്ടും വീട്ടിൽ ഇപ്പൊ ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ ഭവന വേഗത്തിൽ കേസ് ചാർജ് രണ്ടേ തൂക്കിയെടുത്ത് അകത്തിടും. അറിയാതൊക്കെ എന്നെ ഇറങ്ങണ അവിടുന്ന്. ഞങ്ങളുടെ സാറ് പറഞ്ഞു ഇറങ്ങി പോടാ. Anu. Okay, that was. I like. ഇറങ്ങണം അങ്ങോട്ട്. എന്താടാ നോക്കുന്നു? പോടാ. വിട്ടോ. വലിയ ഉപകാരം സാറേ. സിബിച്ചനെ പോരും സാറേ. സിബിച്ചോടനെ വരും കേട്ടോ. ശരി എന്നാ. എടോ, ഈ ഫോൺ ഇപ്പോൾ ഓഫ് ആവും. എടോ, താൻ പറഞ്ഞ പോലെ സെമിത്തേരിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത്, എന്നിട്ട് താൻ പറഞ്ഞ വഴി കയറി. അതിന്റെ അറ്റത്ത് ലെഫ്റ്റ് എന്നാണോ പറഞ്ഞ റൈറ്റ് എന്നാണോ പറഞ്ഞത്? ഹലോ, ഈ കരോട്ടി മുക്കിലേക്ക് പോകുന്ന എങ്ങനെ? കരോട്ടി മുക്ക് ഇവിടെ നേരെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് കാശ് കൊണ്ട് വണ്ടി എടുക്കാൻ അങ്ങോട്ട് വരാന്നല്ലോട് പറഞ്ഞേ. വണ്ടി കൊണ്ടുപോകുന്ന ആളാണല്ലേ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. വന്ന ആളാ. ഇറങ്ങ വലന്റെ വണ്ടി കയറി കറങ്ങി നടക്കുക. കാശൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുപോലെ തട്ടിലും മുട്ടിലും ഉണ്ടോ നോക്കട്ടെ. Oh no. At least then he will get the car back. ഒരു കുഴപ്പമില്ല, നല്ല വണ്ടിയാ. അതൊക്കെ എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ടല്ലേ ഈ വണ്ടി കാണുന്നത്. അപ്പൊ പൈസ എനിക്ക് അങ്ങ് തീർത്തി. ഹലോ ടൂട്ടി. ബെന്നിച്ച, വണ്ടി കിട്ടിയിട്ടുണ്ട്, പൈസ കൊടുത്തേക്കട്ടെ. എന്നാ കാശ് എടുത്ത് അവൻ്റെ മുഖത്തെറിഞ്ഞു കൊടുത്തിട്ട് പറ, നമ്മൾ തമ്മിൽ ഇനി ഒരു ഇടപാടും ഇല്ല. ഓക്കെ. Then he's gonna get such a beating from Tamanna in the end. ഇനി നമ്മൾ തമ്മിൽ ഒരു ഇടപാടും ഇല്ല. ഓക്കെ? അതെ, അതാ നമുക്ക് രണ്ടു കൂട്ടർക്ക് നല്ല കൊണ്ടേ പൊളിക്ക്. ഞങ്ങൾ പൊളിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. താൻ പോടോ.
വണ്ടി എടുത്തോണ്ട് പോയിട്ട് അവൻ ഫ്രണ്ട്സ് ആകാൻ വന്നേക്കുന്നവൻ. താങ്ക് യു സോ മച്ച്. അതെ നോക്കിയൊക്കെ പോണേ. ഞാൻ നോക്കാതെ പോവാം. Oh, so Arjun too got the money. Okay, this is getting interesting. തമ്പാച്ച ബെന്നി പൈസ തന്നായിരുന്നോ? ഇല്ല. നമ്മൾ രാവിലെ പിടിച്ചോണ്ട് വന്ന വണ്ടി അവന്റെ കൂടെ നടക്കുന്ന എടുത്തോണ്ട് പോകുന്ന ഞാനിപ്പോ കണ്ടു. ഉറപ്പാന്നോ? ഉറപ്പാ തമ്പാച്ച, നമ്മുടെ കരോട്ടുമുഖം ഞാനിപ്പോ കണ്ടതല്ലേ. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പിള്ളേരെ വിളിച്ചോണ്ടാ ബെന്നിയുള്ളടത്തോട്ട് എന്നെ വിളി. ശരി. He looks absolutely fantastic. ഇയാളെന്തിനു ഇനി എന്നെ വിളിക്കും? ഓ, കാശ് വാങ്ങി എന്റെ ഡ്രോവറൊക്കെ ഓടോ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടവൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. മുറ്റത്തൊരു ചുവന്ന വണ്ടി കിടപ്പുണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ പള്ളിയില. ശരി, ഞാൻ വീട്ടിലോട്ട് വരുക. പിന്നെ നീ എന്തുകൊണ്ട് ഇതിപ്പോ അങ്ങനെ സ്റ്റാർട്ടാവും ചേട്ടാ? അവന്റെ പാട്ടിന് പോകും, നമുക്ക് അവനെ പിടിക്കണ്ടേ? ഓളെ ഒന്ന് അടങ്ങടാ, ഞാനും വണ്ടി സ്റ്റാർട്ടാക്കാനല്ലയോ നോക്കുന്നത്. വണ്ടി ഇല്ലാണ്ട് എങ്ങനെ വേറെ പിടിക്കാനാ? എന്താ വല്യമ്മി? ഇവിടെ പോളെ, വീടിന് മുറ്റത്ത് കിടന്ന ചുവന്ന കാറങ്ങാനും നീ എടുത്തായിരുന്നോ? സത്യം പറ. അത് സത്യം പറഞ്ഞാ ഞാൻ വണ്ടിയെ കൊണ്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. എടാ, തമ്പാച്ചനത് അറിഞ്ഞു എന്നാ തോന്നണേ. ഇപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചായിരുന്നു ആ കാർ അവിടെ കിടപ്പുണ്ടോ? ആളിപ്പോ വീട്ടിലോട്ട് വരുമെന്നാ പറഞ്ഞേ. നീ എത്രയും വേഗം ആ കാർ തിരിച്ചോണ്ട് കേട്ടോ. വല്യമ്മി, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതുപോലെ കാറിന് ചെറിയൊരു മിസ്സിങ്. എടാ, ഞാൻ നിന്നോട് പറഞ്ഞതാണോ ആവശ്യമില്ലാത്ത പണിക്ക് പോരുതെന്ന്? ഇനിയിപ്പൊ തമ്പാച്ചൻ വന്ന് തെരഞ്ഞുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ സ്വഭാവം നിനക്കറിയാലോ. അതുകൊണ്ട് എന്ത് കാണിച്ചിട്ടാണേലും നീ ആ കാർ തിരിച്ചോണ്ട് നിട്ടോ. ദേ, എന്നെ നോക്കണ്ട. ഹലോ ഹലോ. എന്നടാ മൂങ്ങാത് കാര്യം പറടാ. നീ കരയാതെ സമാധാനപ്പെടും. തമ്പാച്ചൻ വരുന്നതിന് മുന്നേ നമ്മളെ ഇനി സ്വല്പം മ്യൂസിക് കേൾക്കാം. Jupiter Mara. This music is amazing.
like Jeevan and Kiran have some stamina. They're running non-stop. They're ahead of the car. Sorry. It's so beautiful. This place. Just on a side note, I want to say Jeevan is looking really handsome. Just on a side note. Just made this observation. So, yeah, okay. എന്താടാ പാമ്പാണോ? ഞാൻ അവനെ വിടരുത്. നമ്മള് നിയമം കയ്യിലെടുക്കാൻ പാടില്ല. എനിക്ക് മനസ്സിലായി സാറ് എന്റെ ഡിഡാസ്. താങ്ക് യു ചേട്ടാ. ഇത്രയും ഓടിച്ചിട്ട് അവന് താങ്ക് യു. അവന്റെ ബോധം പോയി. Oh, look at the shot. I just love, like, it's so beautiful. Just the camera. Oh, wow. Lovely. തമ്പാച്ചന്റെ വണ്ടി എടുത്തുണ്ട്. എന്താ മോനെ നീ വിട്ടോ? ഇവിടെ നേരെ എല്ലുമ്പോ ഒരു കവലെത്തും. അവിടെ നിന്ന് വലത് തിരിഞ്ഞ് 300 ഫെർലോ ചെന്ന് കഴിയുമ്പോ മെയിൻ റോഡാ. അവിടെ നേരത്തെ വിട്ടോ, അവിടെ നേരെ വിട്ടോ. ആ പൊക്കോ പൊക്കോ. എടാ നിന്ന് കഥ പറയണ്ട, എടുത്തോട്ട് പോടാ. നിന്നെ കൊല്ലും. I think Krishna Chandran also ran away. Anyway, that's not the guy Anu is looking for. ബെന്നി സാറേ, പതിവില്ലാണ്ട് ആളൊക്കെ കയറി തുടങ്ങിയല്ലേ? എൻ്റെ പണിയേറ്റ് തുടങ്ങിയിട്ടുണ്ട്. നീ അവർക്ക് എന്തോ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു. അവർക്ക് ഇപ്പൊ ഒന്നും വേണ്ടെന്ന് തരാന്നാ പറഞ്ഞു. ആരെങ്കിലും വരാണ്ടാവും. കുറച്ചു മുമ്പ് അടിച്ച ഷംബാരം കളഞ്ഞായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അടിച്ചു വിടും. ഓക്കേ. തമ്പാച്ച അവനോട് ഉണ്ട്, പക്ഷെ ആ വണ്ടി ഇവിടെ ഇല്ല. ആ വണ്ടി അവിടെ എത്തുമ്പോ അതങ്ങ് കത്തിച്ചേരും. ശരി. Nobody's there. Oh, he's there. തപ്പാനാ? എടാ നീ അവനെ പിടിച്ചു തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത്? സാറേ ഞാൻ പിടിച്ച് ബോധം കെടുത്തി ഇവിടെ ഇട്ടതാ. പക്ഷെ പിന്നെ കാണാനില്ല. അവൻ എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുന്ന് പിന്നെ മാഞ്ഞു പോയാ? അതാ ഞാനും ആലോചിക്കുന്നത്. സാറേ ഇവിടെ എവിടെ കൂടെ പോയാലും നമ്മൾ അവനെ കാണണ്ടല്ലോ. അവൻ പഠിച്ച കള്ളനാ സാറേ. അവൻ ഇവിടെ എവിടെയുണ്ട്. എടോ താരന്മാര് വിളവറക്കരുത് അടുത്ത്. വിളവറക്കാനും സാറേ ഉള്ളതാ പറയുന്നത്. നമ്മൾ അവനെ പിടിച്ചതാ സാറേ. സാറെ കള്ളൻ ഒരു ചുമന്ന കോണ്ടസാക്കാരിലല്ലയോ പോയത്? അല്ലയോ? നമ്പർ നമ്പർ എനിക്ക് ഓർമ്മയില്ല സാറേ. പോള് പറഞ്ഞു അത് ആ ചുമന്ന കോണ്ടസാക്കാർ തന്നെയാ. ആ ചുമന്ന കോണ്ടസാക്കാരിലല്ലയോ കള്ളൻ പോയെ. അത് കണ്ടപ്പോഴേ നമ്മൾ സാറിനെ വിളിച്ചില്ലയോ. അവന്റെ പുറകെ ഓടാൻ തുടങ്ങിയപ്പോഴേ നമ്മൾ സാറിനെ വിളിച്ചേ.
അത് കഴിഞ്ഞ് ഇവൻ നമ്മളെ ഇവിടെ ഇട്ട് എല്ലാം ഓടിച്ചു കഴിഞ്ഞ അവസാനം നമ്മൾ താണ്ട ഈ പാലത്തിന്റെ മേളിൽ കൂടെ ഓടി, അവൻ താണ്ട കാറും കൊണ്ട് താഴെ വഴി വന്നു, നമ്മൾ താണ്ട അതുവഴി ഇറങ്ങി അവന്റെ മുന്നിൽ ചാടി അവിടെ ഇട്ട് അവന്റെ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞ് ഫ്രണ്ടിൽ വന്നപ്പോഴാണ് പിടിച്ചെന്ന് പറഞ്ഞ അപ്പഴാ വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവന്റെ അടുത്തോട്ട് വന്നപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്കോ. സത്യം പറയാലോ, ഇത്ര ഓടിച്ചല്ലോ എനിക്ക് ദേഷ്യം വന്നു. ഞാനൊരു ഒറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. ദോഷം പറയരുതോ, എന്റെ ഒറ്റ അടിയിൽ അവന്റെ ബോധം പോയി. പമ്പരം പോലെ കറങ്ങി ഞാൻ അവൻ ഇവിടല്ല അവിടെ എവിടെണ്ടോ പോയി വീണ, അത് കാര്യമില്ല. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആളെ കാണാനില്ല. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മൾ അതുവഴി ഒരു ഏണി വഴി ഇറങ്ങി വന്ന എനിക്ക് അതുവഴി അവൻ മേളിൽ കയറി പോയോന്നുള്ളത്. I think he's saying this in one take only. Like, of course the camera angles are different, but why do I feel like this is like, look at continuously like he's saying this dialogue. I just want to back it up a little. അത് കഴിഞ്ഞ് ഞാൻ അവന്റെ അടുത്തോട്ട് വന്നപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്കോ. എനിക്ക് ദേഷ്യം വന്നു. ഞാനൊരു ഒറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. ദോഷം പറയരുതോ, എന്റെ ഒറ്റ അടിയിൽ അവന്റെ ബോധം പോയി. പമ്പരം പോലെ കറങ്ങി ഞാൻ അവൻ ഇവിടെ like in one shot he's saying the dialogue. അവിടെ എവിടെണ്ടോ പോയി വീണ, അത് കാര്യമില്ല. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആളെ കാണാനില്ല. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മൾ അതുവഴി ഒരു ഏണി വഴി ഇറങ്ങി വന്ന എനിക്ക് അതുവഴി അവൻ മേളിൽ കയറി പോയോന്നുള്ള. പക്ഷെ അതുവഴി അവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെ കാണണ്ടല്ലോ. ആ വണ്ടി എന്തേടോ എടോ, ആ വണ്ടി എന്തിയാന്ന്? വണ്ടി ഏത് വണ്ടി? വണ്ടി നമ്മുടെ ചുമന്ന കോണ്ടാസക്കാറ്. അത് നമ്മൾ കള്ളനെ പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വണ്ടിയുടെ ആവശ്യമില്ലല്ലോ. പോള് വണ്ടിയും കൊണ്ടുപോയി. ഫോൺ വിളിക്ക, അവനെ ഫോണിൽ വിളിക്കണ. സാറേ, എനിക്ക് പോളുടെ നമ്പർ ഇല്ല. എന്റെ ഫോണിൽ അവന്റെ നമ്പർ ഉണ്ടല്ലോ സാർ. അതിന്ന് അല്ല, ഇതല്ലയോ പോളുടെ ഫോൺ. അപ്പൊ അതിന്ന് വിളിച്ചാലും ഇതിലോട്ട്. സാറേ, പോള് ഫോൺ കൊണ്ടുപോയില്ല. നമ്മളിപ്പോ ഇനി എന്തോ ചെയ്യും? അപ്പൊ കള്ളനും ഇല്ല, വണ്ടിയില്ല. നീ ഇല്ലാത്ത നമ്പറിൽ ഇത്ര നേരം എന്റെ അടുത്ത് ഇല്ലാത്ത കഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഥ? എന്റെ ദൈവമേ, ആടെ കിടക്കുന്നു. ഞാൻ എന്തിനാ സാറേ കഥ പറയുന്നേ? സാറേ, ഞാൻ ആ കള്ളനെ പിടിച്ചതാ. ഒരു ഫോട്ടോ എടുത്ത് വെക്കേണ്ടതായിരുന്നു. സാറേ, ഞാൻ പറഞ്ഞുതരാം. സാറിന്റെ കള്ളൻ ഒരു കള്ള ലക്ഷണമുള്ള ഒരുത്തനല്ലയോ എന്ന് പറഞ്ഞാല് കറക്റ്റായിട്ട് പറയുവാന്നേല് ദാണ്ട ഈ മുടിയൊക്കെ അമ്മട്ടിക്കുട്ടി അമ്മയെ പോലെ വെട്ടി നെറ്റിയാലോട്ടിട്ട് ഇച്ചിരി മാസൊക്കെ ഉള്ള ഇരുണ്ടിട്ട് മഞ്ഞ വരെയുള്ള ഒരു ബനിയൻ ഇൻഷർട്ട് ആയിട്ട് ഇപ്പൊ എങ്ങനെ മായാവിലെ വിക്രമനെ പോലെ ടീഷർട്ട് ഇട്ടവനല്ലയോ അവനെ തന്നെ. മാമാട്ടിക്കുട്ടിയമ്മ മായാവി വിക്രം, നീ ആരുടെ പൊട്ടലൊക്കെ നോക്കുന്നേ? കൊറേ തരികൾ കണ്ടിട്ടുള്ളവരാ. നീ എന്തിനു വേണ്ടിട്ട് ഈ പരിപാടിയൊക്കെ കാണിക്കാൻ എനിക്കല്ല വൃത്തിക്കറിയാം കേട്ടാ. ഞാൻ എന്തിനാ സാറിനോട് കള്ളം പറയുന്നത്? നീ നിന്റെ വണ്ടി കിട്ടാൻ വേണ്ടിട്ടല്ല ഈ ഇല്ലാത്ത കഥയെ കൊണ്ടാക്കി പറയുന്നത് അല്ലേ? നിന്റെ വണ്ടി കിട്ടാൻ വേണ്ടിട്ടല്ലേ? സാറേ, ഉള്ള എനിക്ക് വണ്ടി വേണം. എന്നെ വെച്ച് സാറിന്റെ പുറത്ത്. I just love this moment. Just these two guys acting like this entire sequence over here. I think this is probably the standout for me right now. ഈ കണ്ട ദൂരം മൊത്തം ഞാൻ അവനെ ഓടിച്ചു. ഇത് വഴി അത് വഴി എല്ലാം ഓടി. എന്നിട്ട് അവനെ പിടിച്ചാ. അത് കഴിഞ്ഞ് ഇപ്പോഴും അവൻ പോയി കഴിയുമ്പോൾ ഞാൻ എനിക്ക് നിന്റെ സഹായം കിട്ടിടത്തോളം മതി. നീ നിന്റെ വണ്ടി എന്താ വെച്ചെടുത്തോണ്ട് പോക്കോ. എനിക്ക് നിന്റെ സഹായം വേണ്ട. സാറേ, നീ ഒരു അക്ഷരം വേണ്ടട്ടാ. ഇനി നീ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ നിന്നെ തല്ലും. എനിക്ക് മേലും കീഴും നോക്കാം. എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാൻ. നിനക്ക് അറിയത്തില്ല എന്റെ അവസ്ഥ. എടുത്തോണ്ട് പോ. എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടാക്കി നീ എന്റെ വണ്ടി ഇട. എനിക്ക് സഹായം വേണ്ട. നീ പോ. നീ എന്റെ വണ്ടി എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോടാ. നിനക്കൊക്കെ എന്റെ അവസ്ഥ എടുത്തോണ്ട് പോടാ. എന്റെ വണ്ടി എടുത്തോ. നീ എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോടാ. That was really nice. I just want to clap for both the actors. That was amazing. That entire sequence of these two guys acting, the full thing was absolutely brilliant. The intensity, the frustration, oh man, the aggression with the helplessness both of them are feeling, amazing. Sir. Parcel. He won't open and see? What is it? Oh, he'll open it. Oh. I thought he'd be curious enough to open it.
തമ്പാച്ച ആ വണ്ടി എടുത്തോണ്ട് പോയി വന്നിട്ടുണ്ട്. പക്ഷെ അവനെ തല്ലി ബോധം കിട്ടി നമ്മുടെ ആരും വണ്ടി എടുത്തോണ്ട് പോയി അവൻ പറയുന്നത്. The car is going to be there. നമ്മുടെ ആര്? Our guy. And he will think that it was Paul who did. Oh my god. മിക്കി He'll appreciate him. He'll be proud of him. വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പയ്യൻ തന്നെ. അവന്മാരുടെ കൈയും കാലം തല്ലി പിടിച്ചേച്ച് അവന്റെ ഹോട്ടലിന് തല്ലി പിടിച്ചേ. ശരി. Oh my god. എന്താ ഫുഡൊക്കെ അവിടെ കൊണ്ടുവന്ന് തരും, ചെന്നിരിക്കേ. സാറേ മെഡിക്കൽ ഷോപ്പ്. Finally. സാറേ കുറെ നേരം ഇല്ല കറങ്ങുന്നേ. ഞാൻ പോകട്ടെ, ട്യൂഷൻ ഉണ്ട്. എന്നാ പൊക്കോ. എന്താ സാറേ? എടാ ലൂസ് മോഷൻ നിൽക്കാനുള്ള എന്തൊരു ഗുളിക. ആ ഇപ്പൊ കഴിക്കാനാണോ? ആ ഇപ്പം കഴിക്കാനാ, പെട്ടെന്ന് വേണം. ആ ഇവിടെ കുറച്ച് വെള്ളം കൂടെ എടുത്തു. ആ ശരി ശരി. Oh, it's the same medical shop. കാശ് ഇവിടെ ഇരിപ്പുണ്ട്. ആ എന്തായി സാറേ? ആ മനോജേ, എടോ ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവാടോ. അയ്യോ റിപ്പോർട്ട് ചെയ്യല്ലോ സാറേ, ഞാനിപ്പോൾ തന്നെ പ്രഷർ കയറി ഇവിടെ അഡ്മിറ്റ് ആയിരിക്കാം. എടോ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അവനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നില്ലടോ. So Paul's loop is closed. Kiran നമ്മുടെ കൈ നിൽക്കൂല. is out of trouble. അയ്യോ എൻ്റെ അമ്മയോട് ഞാൻ എന്ത് പറയും സാറേ? അവരെനിക്ക് മരുന്ന് വാങ്ങാൻ ഫാർമസി പോയിരിക്കുക. എടോ Poor thing. He's now admitted in the hospital. എനിക്കിനി ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ലടോ. തീരെ വയ്യ. എന്നെ കൊണ്ട് ഇനി ഒന്നിനും വയ്യടോ. ആണോ സാറേ? എനിക്കും വയ്യ സാറേ. സാർ റിപ്പോർട്ട് ചെയ്തോ? ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് വെച്ച് കാണാം. അല്ലാണ്ട് എന്താ പറയുക. ശരി ശരി സാർ. അയ്യോ എൻ്റെ ജോലിയും പോയി എൻ്റെ അമ്മ. സാറേ ഞാൻ സാറിനെ ഒരുപാടത്ത് നോക്കിയായിരുന്നു. വീട്ടിൽ മിനിയെ വിളിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. വലിയ ഉപകാരം സാറേ. സാറിന് ഇടപെട്ടില്ലായിരുന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങളിന്ന് പെട്ടുപോയനെ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വണ്ടി ചോദിച്ചത്. അല്ല തമ്പുരാനാണ് സത്യം. ഞാൻ സാറിനെ പറ്റിക്കാൻ നോക്കിയിട്ടില്ല. ഇനിയും ഞാൻ പറയുന്ന സാറിന് വിശ്വാസമായില്ലേ, ഞാൻ ആ പോളിനെ വിളിച്ചോണ്ട് സ്റ്റേഷനിലോട്ട് വരാം. അവൻ പറയുമ്പോൾ സാറിന് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ സത്യം വന്നോ കള്ള വന്നോ എന്ന്. എടോ താൻ പറയുന്ന സത്യമാണോ കള്ളമാണോ എന്ന് അറിഞ്ഞിട്ട് എനിക്കിനി കാര്യമില്ല. എനിക്കിനി അവൻ്റെ പുറകെ പോകാൻ വയ്യ. കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. സാറേ വിശ്വാസം ഇങ്ങനെ കൈവിടല്ലേ. ഒരു കാര്യം ചെയ്യും, ഈ പ്രാവശ്യം ഞാനോട് വരാം, നമുക്കൊന്നും തപ്പാം വന്നാ. എടോ എനിക്കിനി ഒന്നിനും വയ്യ. എനിക്ക് തീരെ വയ്യ. ഞാൻ സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ താൻ പോകും. അങ്ങനെ വന്നാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എന്താ വൈകുന്നേരം വടക്കോട്ട് ഒരു ട്രെയിൻ ഉണ്ട്. നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാം സാറേ. വാ സാർ. എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഒന്നിനും വയ്യ, ഒട്ടും വയ്യ. അതുകൊണ്ടാണ്. അങ്ങനെ പറയല്ലേ സാറേ. സാറിന് അത് കഴിഞ്ഞ് സാറിന് വൈകി ഞാൻ സാറിന് ഹോസ്പിറ്റലൊക്കെ സാറ് വാ. എനിക്ക് വേണ്ടി നമുക്ക് ഒന്നും തപ്പാ സാർ. സാർ വാ എണീക്ക്. വാ സാർ. എന്നെ സ്കൂട്ടർ ഞാനൊരു ഓട്ടോ. സാർ വണ്ടിയിലോട്ടിരുന്നാണ്. സാർ വണ്ടിയിലോട്ടിരുന്നാണ്. ഞാനിപ്പോ വരാം. സാർ വണ്ടിയിലോട്ടിരുന്നാണ്. എടാ ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞല്ലോ വണ്ടി വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ആവശ്യം പറ്റില്ല. ഞാനിപ്പോ അത്യാവശ്യം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടം പോകുന്നുണ്ടല്ലേ. അല്ല
Is he gonna pick up? ആണ്ടെ സാറ് പറഞ്ഞ സാറിൻ്റെ വൈഫിന് ഇഷ്ടപ്പെടും പുത്തൻ ഫാഷനാ. പിന്നെ സാർ ഈ സാറും കൂടെ സ്റ്റേഷൻ വരെ ഉണ്ട്. ഈ സാറിന് അത്യാവശ്യം ഒരു കള്ളനെ പിടിക്കാനുണ്ട്. അതാ ഐ എം സോറി. എന്നാ സാറേ ഞാൻ നിൽക്കണം? താവിട്ടോ നമുക്ക് കാണാം. ആ കൺഗ്രാറ്റ്സ്. കൊണ്ടുപോ സാറേ. സാറേ Oh, where's the money? The black thingy, the black packet purse where the money was there. നീ ഷിറ്റു ചേട്ടാ എന്നാന്ന് വെച്ചാലേ കടം മേടിച്ച കാശ് ചോദിക്കാൻ പറഞ്ഞ പോലീസുകാരെ കൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് നീ. നിന്റെ വീട്ടിൽ കയറി ചോദിച്ചാലേ വിഷയമുള്ളു. എവരുടെ കാശ്? സത്യമായിട്ട് ഞാൻ പറയട്ടെ, സത്യമായിട്ട് ഞാൻ കാശ് അറേഞ്ച് ചെയ്യുന്ന എവരുടെ കാശ്? കയറി നോക്കടാ. അല്ല വണ്ടി നോക്കിട്ട് നീ മിണ്ടാണ്ടിരാ. നീ നിന്റെ വേഷം കെട്ടി ഞാനിന്ന് തീർത്തരുന്ന്. ഷിറ്റു ചേട്ടാ പിടിപിടി ഞാൻ പറയട്ടെ. നിക്കണ അവിടെ അവൻ നോക്കട്ടാ. ചേട്ടാ സത്യമായിട്ട് ഞാൻ പറയുന്നേക്ക്, ഞാൻ അറേഞ്ച് ചെയ്താന്നേ. പക്ഷെ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് വേണ്ടെന്ന് നോക്കണ്ടി. നീ ഒന്നും പറയണം, മിണ്ടാണ്ടിരാ. കാശുണ്ട്. അത് ശരി, കാശ് കയ്യിൽ വെച്ചോണ്ട് ഞങ്ങളെ പൊട്ടം കളിപ്പിക്കണോ നീ? എത്രയാണ് നോക്കടാ. എത്ര ഉണ്ട്? ഇത് കൂടുതലുണ്ട്. ആ ബാക്കി കാശ് നീ തമ്പാച്ചോട് ചോദിച്ചാ മതി കേട്ടാ. His problem is also solved. ഞങ്ങളുടെ പുറകെ കിടക്ക്. പോടാ. അല്ല അപ്പൊ കാശ് എടപാട് It's done. It's clear. The auto is with you. എവിടുന്ന് ഒപ്പിച്ച്? God's grace. Oh, whatever happens, happens. Kidu kachi. So everybody got their karma. Everybody got served. Some fusion he made again. Paul is now with him. Kiran is close aid. He got promoted. Oh, this was a nice ending, the moral of the story. Is he gonna escape? Oh. Of course. Let's stop this. Of course.
That was nice. The ending was good. I'm very happy with how this thing concluded. The ending was nice because you sort of saw everybody got the fruits of their karma, where Jeevan's character, Jeevan was genuinely trying to help the policeman. And then I really like the fact, we'll go character wise, I really like the fact that in Jeevan's character where he understood that that parcel is trouble, he didn't even bother to open it and see what is it, even if it was a smuggled good. Like, he was not even curious, he just wanted to get rid of it, which was really nice. I really like that part. Then of course you see that in Arjun's case, he is sort of known as the thief who's never got caught. But here in this case he did, and Anu caught him for a very, very petty kind of theft, but he has managed to escape. Like, he will escape, that's the ending. So he has resorted to that life, and he's always going to be the thief. Okay, I like Anu's ending also, where he is sort of trying to, at the end he said that, you know what, I'm really tired, I did whatever was there in my power to catch this guy without reporting it, but at the end you see that he was calling the SI and just reporting like the criminal has escaped. So you see that he is the honest police officer, he has been in the service for so many years, and then by God's grace, the thief just, gets handed over. Not really, the thief literally walks up to him in a way. So he's in jail. So even if Arjun escapes, Anu ends up getting the promotion, right? Because he did catch him. Then Paul, Kiran's character, wow, just the way it all connected. I love the writing here, the way it all connected. And at the end, when Thamban goes in and says, yes, it was my guy who got the car. And then, because this was such a big dream for Kiran, that he wanted to work, with his uncle as a close aide. So he got what he wanted. And he really wanted that. So he also got that. And yeah, so and then of course over there in the Benny's restaurant, they were trying to be sly, but karma bit back to them, and the other restaurant is thriving even more at the end. So yeah, I think everybody got served that karma. I love the ending. The writing for this particular episode was fantastic. This was really, like, I don't know, the ending made me really, really happy. It made me really, really happy. So is this also directed by, oh no, wait. Let me know your thoughts. This is of course again not really comedy. This was more, I would say that this story has a moral. There's a definite moral at the end, that yes, this is your character sketch, and this is, if you are doing a particular thing, you get served by the universe or by gods, like how in the end the Otto's name is God's grace and everything which happens for a reason. So there's definitely a moral underneath it. So definitely let me know, what did you think of this? Let me just pull up the credits once again, because that could be another thing. Oh, there was not much comedy in this, so I was expecting more comedy, because of course they have written it in this thing. There is subtle comedy in this, but I think I like the messaging a lot. So this is directed by, this one is also directed by Arjun. Very well done. And I think the editing, so Anand Matthews has edited this. So I think the editing was fantastic. Once again, the score, the entire production value, like this is literally like a movie, a short film. This is literally like a short film. But I would love if they are of course doing web series and stuff. So I would love to see a proper web series from the OG Karika team. That'll be great. I don't know what all they have planned for 2022. If they have mentioned it somewhere, let me know if they have. I don't recall seeing anything on Instagram. At least as on date, I don't recall anything. But if they have, do let me know. But overall, I loved it. This was, in terms of storytelling, writing, how everything got connected in the end. And my favorite part was under that bridge when Anu and Jeevan, they were both like literally, trying to put in their own
sort of case that one is saying I was trying to help, I'm saying the truth, and Anu is like, you know, you are lying and I'm already so frustrated. So that entire interaction was absolutely phenomenal. Their acting was fantastic. Just that moment, that entire sequence, wow, it was complete standout for me. So yes, with that, I will end the reaction here for Kalakachi final part. So I like how the ripple effect was created with one you know, malice in the heart that, okay, we are going to put this loose motion laxative in the Kalakachi dish, and then all the ripple effects happen. But their restaurant is running fine, and I like how the intelligence worked, where, okay, there was something wrong with the dish and they just stopped. They said, okay, we're not going to serve this dish anymore. So they also realized, so they are smart businessmen. So everything just fell into place beautifully. So yes, that was the video, guys. I hope you enjoyed it. I definitely want to know your thoughts in the comments below, and I will end the reaction here, and I will see you soon now on my next video. Bye.